ശ്രദ്ധയെ കൊണ്ടുവരാം. നിങ്ങളുടെ ബൈബിളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്കാണിത്. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണം കൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ യഹൂദന്മാർ റോമൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് വരിച്ചിരിക്കുകയാണ്. ചില നാളുകളായി ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കേസ് നേരിടുകയാണ്. അതിനിടയിൽ പലവട്ടം അദ്ദേഹത്തെ വിസ്താരത്തിനും വിചാരണയ്ക്കും വിളിച്ചു. അന്നത്തെ രാജാവായിരിക്കുന്ന അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലാണ് വിസ്താരം കഴിക്കുന്നത്. അന്നത്തെ ഗവർണറായിരിക്കുന്ന ഫെസ്തോസ് അദ്ദേഹമാണ് കേസിൻ്റെ നടത്തിപ്പുകാരൻ. ഫെസ്തോസും അഗ്രിപ്പാവും യഹൂദന്മാരായിരിക്കുന്ന ഒരു വലിയ സദസ്സ് പൗലോസ് വലിയ വലിയ കുറ്റങ്ങൾ മതപരമായി ചെയ്യുന്നു എന്ന ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസിനെ അറസ്റ്റ് ചെയ്ത കേസ് വാദിക്കുക. യഹൂദന്മാരുടെ പക്ഷത്ത് നിന്ന് ശക്തനായിരിക്കുന്നൊരു വക്കീലുണ്ട്. അദ്ദേഹമാണ് യഹൂദന്മാർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കേസിൻ്റെ നടത്തിപ്പ് നയിക്കുന്നത്. പ്രതിയായി അവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പൗലോസിന് വക്കീലില്ല. താൻ തന്നെയാണ് കേസ് കോടതി സമക്ഷം ബോധിപ്പിക്കുന്നത്. അപ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ഒരു കേസ് വിജയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് യഹൂദന്മാർ കോടതി സമക്ഷം കേസിൻ്റെ ദിവസത്തിൽ ശക്തമായി വാദത്തിന് തയ്യാറായി വന്നിരിക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് തൻ്റെ ഭാഗം പറയാൻ വേണ്ടി, അഥവാ പ്രതി എന്ന് അവൻ അവകാശപ്പെടുന്ന പൗലോസിൻ്റെ ഭാഗം പറയാൻ വേണ്ടി ആദ്യം അവസരം കൊടുക്കുകയാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 26-ന്റെ 1 വായിക്കുമ്പോൾ കാണുന്നു, അഗ്രിപ്പാവ് പൗലോസിനോട് നിന്റെ കാര്യം പറയുവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിപാദിച്ചതെന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താൻ തൻ്റെ ഭാഗം വിസ്തരിക്കുകയാണ്. സ്തോത്രം. ആ വിസ്താരണം അല്ലെങ്കിൽ തൻ്റെ ഭാഗം, താൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ചങ്ങല ധരിക്കേണ്ടി വന്നത്, താൻ എന്തുകൊണ്ടാണ് ഇന്നൊരു പ്രതിയായി ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന ഭാഗം വക്കീലില്ലാതെ തന്നെത്താൻ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയാണ്. അതിൻ്റെ നീണ്ട ഒരു ചരിത്രം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നയം 26-ാം അധ്യായത്തിൽ ആദിയോടന്തം കാണാൻ കഴിയും. ദൈവമക്കളായി നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വിഷയാസ്പദമായി വായിക്കണമെന്ന് ബൈബിളിനെ സ്നേഹിക്കുന്ന ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ മാത്രം വായിക്കാതെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് പലപ്പോഴും നമ്മളെ ഇതുപോലെ ഏതെങ്കിലും വിസ്താരവേളയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊക്കെ നിർത്തുമ്പോൾ ആ വേളയെല്ലാം ഇന്നലകളിലെ ഭക്തന്മാരെ ദൈവം എങ്ങനെ സഹായിച്ചു എന്നറിയണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ ബഹുമാന പുരസ്സരം സ്തോത്രം നമ്മുടെ ഭാഗം ആരും നമുക്ക് പിന്തുണയില്ലെങ്കിലും, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എന്നെ ആരും തുണച്ചില്ല, ജാമ്യമെടുക്കാൻ ആരുമില്ല, എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ഈ കേസിൻ്റെ സമയത്ത് കോടതി വളപ്പ് വരെ വരാൻ പോലും ആരുമില്ല. ഭയപ്പെട്ടെല്ലാവരും മാറി നിൽക്കുമ്പോൾ കർത്താവ് എന്നെ തുണച്ചു. സ്തോത്രം. പറയേണ്ട വാക്കുകൾ പറയേണ്ട സമയത്ത് തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ആ സമയത്ത് പറയേണ്ടതുപോലെയൊക്കെ പറയാൻ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ആരോടോ പറയുന്നു, ഈ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. കാരണം അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും അദൃശ്യനാണെങ്കിലും ദൈവം കൂടെ നിൽക്കും. സത്യം സത്യമായി വെളിപ്പെടുത്താൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. യേശുക്രിസ്തു താൻ ഇതുപോലെ ഒറ്റപ്പെട്ട് തൻ പ്രതിക്കൂട്ടിനകത്ത് നിന്ന് വിസ്തരിക്കപ്പെടുന്ന സമയത്ത് പീലാത്തോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇവിടെ വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും സ്വന്തം ഭവനത്തിലോ ദേശത്തിലോ സ്വന്തം കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പശ്ചാത്തലത്തിലോ നിങ്ങളെ തന്നെ തെളിയിക്കാൻ പറ്റാതെ ആരും കൂടെ നിൽക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും നിൽക്കുന്നെങ്കിൽ ഞാൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരുവനുണ്ട്. സാക്ഷാത് ദൈവമായി ഭൂമിയിൽ വന്നവൻ കർത്താവായ യേശു. അവൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സത്യത്തിന് സാക്ഷി നിൽക്കാൻ ആരുടെ കൂടെയും കർത്താവ് വരാൻ തയ്യാറാണ്. സ്തോത്രം. അങ്ങനെ കർത്താവ് സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ പൗലോസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ ഭാഗം വിസ്തരിച്ച് അഗ്രിപ്പാവിൻ്റെയും സ്തോത്രം ഫെസ്തോസിൻ്റെ മുമ്പിൽ വിശദീകരിക്കുന്ന വേളയിൽ താൻ പറഞ്ഞ ഈ ഭാഗത്തെ ഏറ്റവും മാർമികമായ ആത്മീകമായിരിക്കുന്നൊരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചങ്ങല ധരിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് കുന്നത്തുകാലിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വേറൊന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി എന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ആ വാക്യം വായിച്ച് നിൽക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ബാക്കിയുള്ള എൻ്റെ ബലം. ആരോടൊക്കെയോ ദൈവത്തിന് ഇന്ന് രാത്രി സത്യം ബോധിപ്പിക്കാനുണ്ട്. ആ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഇവിടെ ഒരു കൂട്ടം ആളുകളെ ദൈവം കണ്ടിട്ടുണ്ട് എന്ന വിചാരത്തോടെ ഈ സന്ദേശത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുത്താം. 7-ാം വാക്യം ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്തിനാണ് കോടതിയിൽ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്? മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പ്രശ്നമില്ല. പൗലോസ് മോഷ്ടിച്ചിട്ട് വന്നതല്ല. പൗലോസ് സ്തോത്രം കഞ്ചാവോ മയക്കുമരുന്നോ വിറ്റതിൻ്റെ പേരിൽ വന്നതല്ല. പൗലോസ് ഒരു വഴക്ക് കേസിലോ ഗുണ്ടായുസോ നടത്തിയിട്ട് വന്നതല്ല. പൗലോസിന് വിരോധമായി വന്നിരിക്കുന്ന പ്രശ്നം ഒറ്റ പ്രശ്നമുള്ളൂ, ആരാധന സംബന്ധമായ വിഷയമാണ്. സ്തോത്രം. ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രശ്നം ആരംഭിച്ചതും ആരാധന സംബന്ധമായ വിഷയമാണ്. നിങ്ങൾക്കറിയാലോ, കായീനും ഹാബേലും സ്തോത്രം അവിടെ ആരാധന സംബന്ധമായൊരു വിഷയത്തിലാണ് ആരംഭിച്ചത്. ഇന്നും ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കിടലമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എന്നെ കേൾക്കുന്ന മനസാക്ഷി മരവിക്കാത്ത ദൈവമക്കൾ അറിയണം, ആരാധന സംബന്ധമാണ് സകല വിഷയങ്ങളുടെയും സകല പ്രശ്നങ്ങളുടെയും കാര്യം. അതുകൊണ്ട് തന്നെ കോടതിക്കകത്ത് പൗലോസ് തൻ്റെ ഭാഗം പറയുമ്പോൾ ആരാധന സംബന്ധമായ കാര്യം അധികാരികളെ ബോധിപ്പിക്കുകയാണ്. സ്തോത്രം. എന്താണ് ആരാധന സംബന്ധമായിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്നതിനേക്കാൾ അപ്പുറം ഈ വാക്യത്തിലൂടെ ഇന്ന് നമുക്ക് വേണ്ട ദൂതിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആരാധന സംബന്ധമായ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ധന്യനായ പൗലോസ് സ്തോത്രം ഇവിടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്ന പ്രകാശനത്തിന് തക്കവണ്ണം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സന്ദേശം തീരും. ആ സമയത്ത് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ആരാധന സംബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത്, എഴുതുന്നവരോ ശ്രദ്ധിക്കുന്നവരോ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ ആദ്യത്തത് ആരാധന സംബന്ധമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിൽ എല്ലാവരും ആരെങ്കിലും ആരാധിക്കുന്നവരാണ്. സ്തോത്രം. ഏത് മനുഷ്യനും, നിരീശ്വരൻ പോലും സ്തോത്രം തൻ്റെ ആദർശങ്ങളെ ആരാധിക്കുന്നുണ്ടെന്നാണ് സ്തോത്രം പൊതുവിൽ പറയപ്പെടുന്നത്. സ്തോത്രം. ശാസ്ത്രിമാരും ജ്ഞാനികളും ഒക്കെ ആരാധിക്കുന്നവരാണ്. സ്തോത്രം. ആരാധന മനുഷ്യൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സ്തോത്രം ലളിതമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഈ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നത് ആര് ആരാധിക്കണം. ഒന്നാമത്തത് ആരാധിക്കണം. സ്തോത്രം. ആരാധിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് എഴുതിയിരിക്കുന്നത്? നമ്മുടെ 12 ഗോത്രങ്ങളും ആരാധിക്കുന്ന. അപ്പോൾ ഈ വാക്യത്തിനകത്ത് ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കണം എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അതിന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ആരാധിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞൊരു ഗുമ്മുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോടതിയിലല്ലേ പറയുന്നത്, ഇതുപോലത്തെ സഭയിലൊന്നും അല്ലല്ലോ. കോടതി പറയുമ്പോൾ അയ്യോ നമ്മളെല്ലാവരും ആരാധിക്കണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ രാജാവിന് ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന. സ്തോത്രം. ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പം ആരാധിക്കണം എന്നത് ഈ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന. രണ്ടാമത്തത് സ്തോത്രം, എപ്പോഴൊക്കെ ആരാധിക്കണം. അത് ഈ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ആരാധിക്കണം? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ ദൈവം.
താഴെ നിന്ന് പ്രസംഗിച്ചാൽ മതിയായിരുന്നു, ആളുകൾ തലയെങ്കിലും ആട്ടിയാനെ. സ്തോത്രം. എപ്പോഴും ആരാധിക്കണം അവിടെ. അപ്പം അറിയാം, പിന്നെ ഞങ്ങളുടെ ഭാഷ ഇയാളെ വിളിച്ചത് കൊണ്ട് മേസരി മേയ്ക്കാട്ടും ഒക്കെ ഇയാൾ തന്നെ അയക്കൂ, അങ്ങനെ ഒരു മനോഭാവമാണോ? ചാന്തും കൂട്ടി കട്ടയും ചുമ്മി ഞാൻ തന്നെ കെട്ടിയിട്ട് തച്ചും മേടിച്ചുകൊണ്ട് പോകാൻ വന്നതല്ല. നിങ്ങളോട് എന്നെ സഹായിക്കുകയാണെങ്കിൽ സമയത്തിനുള്ളിൽ ഈ സംഭവം വേഗത്തിൽ തീർക്കാം. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ സ്തോത്രം. ഇച്ചിരൂടെ സന്തോഷത്തോടെ കാര്യം. ഇപ്പം രണ്ടാമത്തെ കാര്യം, എപ്പോഴൊക്കെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് മറുപടി ഇട്ടിരിക്കുന്നത് ഞായറാഴ്ചയല്ല, വെള്ളിയാഴ്ചയല്ല, ആണ്ടിലൊരിക്കലല്ല, പ്രത്യേക സീസണിലല്ല. യഥാർത്ഥ ആരാധനക്കാരൻ ആരാധിക്കേണ്ടത് രാപ്പകൽ ആരാധിക്കണം. രാപ്പകൽ ആരാധിക്കുന്നൊരു കൂട്ടർ ഈ ലോകത്തിലുണ്ടോ? രാപ്പകൽ ആരാധന സ്വീകരിക്കുന്നൊരു ദൈവമുണ്ടോ? സ്തോത്രം. അതെയോ ഒരു സീസണിൽ മാത്രമാണോ സാക്ഷാൽ ദൈവം ആരാധന സ്വീകരിക്കുന്നത്? ഇതൊക്കെ ഒരു 3-4 ദിവസം നിന്ന് സ്തോത്രം പൊതുജന സമക്ഷം മനസ്സിലാക്കി തരേണ്ട വിഷയമാണെന്നറിയാം. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഞാൻ വേഗത്തിൽ കാര്യങ്ങളുടെ സമയക്ലിപ്തതയ്ക്കകത്ത് പ്രധാന കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, രാപ്പകൽ ആരാധിക്കുന്നത്. സ്തോത്രം. 3, എങ്ങനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? സ്തോത്രം. ഞാൻ ഓർത്ത് നിങ്ങളെ പെട്ടെന്ന് പ്രസംഗികരാക്കാന്ന്. ഒരു 5-6 കൊല്ലം കൊടുക്കും നിങ്ങൾ പ്രസംഗികരാവണമെങ്കിൽ. കാരണം വേദോത്സവം വായിക്കുമ്പോൾ തന്നെ നമുക്കതിനകത്തെ പിരിവുകൾ പിടികിട്ടണം. അതിന് പ്രസംഗം ഉണ്ടാക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം, എങ്ങനെ ആരാധിക്കണം? ആരൊക്കെ 1-2 പേര് പറഞ്ഞു എങ്ങനെ എഴുതിയിരിക്കുന്നേ? ശ്രദ്ധയോടെ ആരാധിക്കണം. ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. മനസ്സിലായോ? ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വളരെ ശ്രദ്ധയോടെ. സ്തോത്രം. ആരാധന എന്ന വിഷയം ഓടിപ്പോകുന്ന വഴിക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുന്നതല്ല, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. സ്തോത്രം. ആരാധിക്കുന്നവരായിരിക്കുന്ന, സർവേശ്വരനെ ആരാധിക്കാൻ മനസ്സുള്ളവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് സത്യസന്ധമായിരിക്കുന്ന ആരാധനയുടെ മനോഭാവങ്ങൾ തുറന്നു വെക്കുക. നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ലാഘവത്തോടെ ആയിരിക്കരുത്. അതൊരു തമാശ രൂപേണ ആയിരിക്കരുത്. അതൊരു ചടങ്ങ് പോലെ ആയിരിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നു ആരാധിക്കുന്നത് ശ്രദ്ധയോടെ ആരാധിക്കണം. നാലാമത്തെ കാര്യം, എന്തിനാരാധിക്കണം? എന്തിനാരാധിക്കണം? നാലാമത്തെ കാര്യത്തിന് അതവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ ആരാധിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് ഞാൻ പറയാം, പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ നിന്ന് പറയാം. എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല വാക്യങ്ങളെടുത്താൽ ഒരു പുസ്തകം എഴുതാനുള്ള ആശയം കിട്ടും. പക്ഷെ ഞാനങ്ങനെ ഒരു പുസ്തകം മുഴുവൻ എഴുതാൻ വന്നയാളല്ലോ. ഒരു രാത്രിയിലെ അല്പസമയം ഒരു വാക്യം മാത്രം എടുത്ത് പ്രസംഗിക്കാൻ വന്നതുകൊണ്ട്, ഈ വാക്യത്തിൽ തന്നെ നിന്ന് പ്രസംഗിക്കണമെന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് പോകുന്നില്ല. ഈ വാക്യത്തിൽ തന്നെ നിന്നൊന്നു പറയാം. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുണ്ട്. അപ്പൊ ആരാധിക്കുന്നവൻ എന്തിനാരാധിക്കുന്നു? സ്തോത്രം. ഒരടിമയെ പോലെ, ദാസനെ പോലെ ഈ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് വീണില്ലെങ്കിൽ നിന്റെ കാര്യം ഗതികേടിലാകുമെന്നും പറഞ്ഞ് കണ്ണുരുട്ടിക്കാട്ടി സ്വീകരിക്കാനിരിക്കുകയല്ല ഈ ദൈവം. പിന്നെയോ ആരാധിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, ആരാധിക്കുന്നവൻ എന്തൊക്കെയോ എത്തിപ്പിടിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു വാക്യമാണ്. കോടതി സമുച്ചയത്തിന് മുമ്പിൽ വെച്ച് ഒരപ്രതീക്ഷിത സാഹചര്യത്തിൽ, ഒരുപക്ഷെ ചങ്കിടിക്കുന്ന വേളയിൽ ഈ കോടതിക്കകത്തുനിന്ന് വിധി വരുന്നത് എന്തായിരിക്കും പറയാൻ പറ്റില്ല. സ്തോത്രം. വിധി കാത്തു നിൽക്കുന്ന ഒരു പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്ന പൗലോസ് ആരാധന സംബന്ധമായ 4 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ മറ്റെങ്ങും പറയാത്ത രീതിയിൽ ഇവിടെ വെച്ച് പറഞ്ഞു. ഞാൻ അതിൽ നിന്നൊരു ദൂത് പറയാം ദൈവമക്കളോട്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ അകത്ത് ദൈവമുള്ളൊരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ അകത്ത് നിന്ന് ദൈവിക ദൂതിൻ്റെ മർമ്മങ്ങൾ പുറത്തു വരാൻ ഇതുപോലത്തെ വിരിച്ചൊരുക്കിയൊരു ഹോള് വേണമെന്നോ ഇതുപോലത്തെ ഒരു മൈക്ക് വേണമെന്നൊന്നുമില്ല. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ പിടിച്ചു നിർത്തി ഇല്ലാ കഥകൾ ചമച്ച് നിനക്ക് വിരോധമായി വാള് രാകുമ്പോഴും
അതിനകത്തും ദൂത് തരാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ ദൈവത്തെ നാം തിരിച്ചറിയണം. ഈ ദൈവം മഹാനാണ്, ഈ ദൈവം ശക്തനാണ്, ഈ ദൈവം ബലവാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4 കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു ആരാധന സംബന്ധിച്ച്. 1, ആരാധിക്കണം. 2, എപ്പോഴാരാധിക്കണം. 3, എങ്ങനെ ആരാധിക്കണം. 4, എന്തിനാരാധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഓരോന്നും അല്പാൽപമായി പറയാം. ഇത് 4 രാത്രികൾ നിന്ന് പറഞ്ഞെങ്കിലേ എനിക്കൊരു തൃപ്തിയാവുകയുള്ളൂ. പക്ഷേ സ്തോത്രം, അത്രയും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്തോത്രം, ഞാൻ അല്പാൽപമായ കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിച്ച് ഇനി സത്യദൈവത്തെ ആരാധിക്കാൻ എപ്പോഴൊരവസരം കിട്ടിയാലും ആരാധന ഇതുപോലായിരിക്കണം. ആരാധനയിൽ ദൈവപ്രസാദമുണ്ടാകണം. അതിനു വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുങ്ങണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് അഥവാ ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ട് 4 കാര്യങ്ങൾ പറയാം. എന്നാൽ സ്തോത്രം, ഞാൻ ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആരാധന ചിലപ്പോൾ വിമർശനാത്മകമായിരിക്കുന്നൊരു മനസ്സുണ്ടായേക്കാം. ആരാധന എത്തിപ്പിടിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്ന മനസ്സ് കണ്ടേക്കാം. ഞാനല്ലല്ലോ, പൗലോസല്ലേ അവിടെ പറഞ്ഞത്. വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. സ്തോത്രം, ഏത് ഭാഷകൾ നോക്കിയാലും അങ്ങനല്ലേ. എത്തിപ്പിടിക്കുക. ഏതൊക്കെയോ വാഗ്ദത്തങ്ങൾ കിടക്കുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിനായി ജീവിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഈ ദൈവത്തെ ആരാധിക്കുന്നവൻ ചില വിഷയങ്ങൾ എത്തിപ്പിടിക്കുമെന്നുള്ളത് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ അനുഭവമാണ്. ഞാൻ അതിനൊരു തെളിവ് തന്നിട്ട് മറ്റേ 2 കാര്യങ്ങളിലേക്ക് പോകാം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ആരാധിക്കുക എന്ന് പറയുന്നത് പാട്ടാണോ എന്ന് ചോദിച്ചാൽ പാട്ടല്ല, കൈയടിക്കുന്നതാണോ വെച്ചാൽ കൈയടിക്കുന്നതല്ല. സ്തോത്രം, പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തോത്രം തുടങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഭാഗം നിങ്ങളെ ഓർപ്പിക്കാം. സംഖ്യാപുസ്തകത്തിലെയാണ്. സ്തോത്രം, സംഖ്യാപുസ്തകത്തിലെയാണ്. അതും ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് അതെൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നു. എന്നിട്ട് ഞാൻ ഓർഡറിൽ സ്തോത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങാൻ എൻ്റെ മനസ്സ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ അകം വെമ്പൽ കൊള്ളുന്നൊരു വാക്കുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഉറപ്പിച്ചിട്ട് ഒരുപക്ഷെ അവസാന സമയത്ത് എനിക്ക് അത്രയും ആ കാര്യങ്ങൾ പറയാൻ സമയം കിട്ടത്തില്ലായിരിക്കുമെന്ന് ദൈവം കണ്ടിട്ടായിരിക്കാം. സംഖ്യാപുസ്തകം 21:16-17. സംഖ്യാപുസ്തകം 21:16-17. ആ വാക്യങ്ങൾ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-17 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ അതിന് പാടുവി. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. സ്തോത്രം, മതി. അത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, സ്തോത്രം, ഒരു പരന്ന വായനയിൽ അങ്ങ് വായിച്ചു വിടാന്നുള്ളതേ ഉള്ളൂ. ആ സംഭവത്തെ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണം. സ്തോത്രം, സംഭവത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാധിക്കുന്നവൻ ചിലത് എത്തിപ്പിടിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ, ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞത് എത്തിപ്പിടിക്കും. ഞാൻ അത് പറയാനാ ആദ്യം എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നത്. സ്തോത്രം, കേട്ടോളണേ. ആ വാക്ക്, ആ സംഭവം നിങ്ങൾ നോക്കി. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പെസഹ കുഞ്ഞാടിൻ്റെ ചോരത്തളിയും പെസഹ ആചരണവും നിമിത്തം സ്തോത്രം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഏകദേശം 25 ലക്ഷം ആളുകൾ, ശ്രദ്ധിച്ചെന്നെ കേൾക്കണേ, 25 ലക്ഷം ആളുകൾ ഒന്നിച്ച് ചെങ്കടൽ കയറി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. മധ്യപൂർവ്വ ദേശത്തിലെ 40 വർഷം കൊണ്ട്, മധ്യപൂർവ്വ ദേശത്ത് 40 വർഷം കൊണ്ട് 42 പരം സ്ഥലങ്ങളിൽ പാളയമടിച്ചിട്ടാണ് അവർ സ്തോത്രം കനാനിലേക്ക് എത്തിച്ചേരുന്നത്. കനാനിലേക്കുള്ള യാത്രയിലാണ്. സുദീർഘമായ യാത്രയിൽ സംഭവ ബഹുലമായിരിക്കുന്ന, സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുടെ ചരിത്രം സ്തോത്രം ആ യാത്രയിൽ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ബേര് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ബേര് എന്ന് പറയുന്ന ആ സ്ഥലം ബേർഷേബ എന്ന് പഴയ ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. സ്തോത്രം, ബേരിലെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് ആളുകളെ നയിക്കുന്ന മോശ എന്ന നായകനോട് പറയുകയാണ്, മോശ ജനത്തോട് നിൽക്കാൻ പറ.
സ്തോത്രം. മോശ കാതോർത്തു. സ്തോത്രം. നിൽക്കാൻ പറയാൻ പറഞ്ഞു. നിൽക്കുമ്പോൾ സ്തോത്രം, മോശയോട് ദൈവം പറഞ്ഞ വാക്കിതാണ്: ജനത്തിന് കുടിപ്പാൻ വെള്ളം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞ കിണർ ഇവിടെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു പ്രവചന വാക്കായിട്ട് ഞാൻ ഈ സഭയ്ക്കോ ഇന്നത്തെ സന്ദേശം കേൾക്കുന്നവർക്കോ വേണ്ടി പറയുകയാണ്. സ്തോത്രം. കേൾക്കണം. ഈ സന്ദേശത്തിൽ വാസ്തവത്തിൽ ഞാൻ ഈ പറയുന്നത് ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ പാസ്റ്ററുടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഈ വാക്യം പെട്ടെന്ന് ബൈബിൾ എൻ്റെ ഹൃദയത്തിൽ തെളിയിച്ചു തന്നതുകൊണ്ട് നോക്കി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഓർഡർ തെറ്റിച്ച് ഈ വിഷയത്തിലേക്ക്, അതുകൊണ്ട് അത്ര ഗൗരവത്തോടെ കേട്ടോളണം. ദൈവം പറഞ്ഞു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവർ വെള്ളം ഒരു പ്രശ്നമായിരുന്നു. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ, എപ്പോഴും മരുഭൂമി യാത്രയിൽ വെള്ളം ഒരു പ്രശ്നം തന്നെയാണ്. സ്തോത്രം. അവർക്ക് വെള്ളത്തെ ചൊല്ലി പല പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായി. വെള്ളത്തിൻ്റെ അടുക്കൽ വെച്ചുള്ള പ്രശ്നമാണ് മോശയ്ക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കലഹജലത്തിങ്കൽ വെച്ച് ഉണ്ടായ അനുസരണക്കേടാണ് കനാനിലേക്ക് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. പക്ഷെ ഇവിടെ ബേരിൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം പറയുന്നു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞ കിണർ ഇവിടെയാണ്. ഉടനെ മോശ ജനത്തോട് പറഞ്ഞു, നിക്ക്. ദൈവം എന്നോട് പറയുന്നു, ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇവിടെ ഉണ്ടെന്ന് ദൈവം പറയുന്നു. സ്തോത്രം. എല്ലാവരും നിന്നിട്ട് ചുറ്റുവട്ടത്ത് മുഴുവൻ നോക്കി, കിണർ കാണാനില്ല. സ്തോത്രം. അവിടെ മുഴുവൻ നോക്കിയപ്പോൾ കിണർ കാണാനില്ല. മോശ ചുറ്റുവട്ടത്തെല്ലാ ആളുകളെ പറഞ്ഞയച്ച്, പ്രഭുക്കന്മാരെ പറഞ്ഞയച്ച് നോക്കി. ദൈവം പറഞ്ഞു, നമുക്ക് കുടിക്കാൻ വെള്ളം കരുതി വെച്ചിരിക്കുന്ന കിണർ ഇവിടെ ഉണ്ടെന്ന്. സ്തോത്രം. പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല. നോക്കിയിട്ട് കാണാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറഞ്ഞ അച്ചായനെ തോന്നിയതായിരിക്കും, സ്തോത്രം, അങ്ങനെയുള്ളതാണെങ്കിൽ കാണേണ്ടതല്ലേ, കിണർ തന്നെ, സ്തോത്രം, കരിയിലയുടെ അടി കിടക്കുകയാണോ, കിണറുണ്ടെങ്കിൽ കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തെ അറിയാവുന്ന മോശ വിടാൻ തയ്യാറല്ല. മോശ പറഞ്ഞു, ദൈവം ഭോഷ്ക് പറയില്ല. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ ആ രംഗം നിങ്ങൾ മനസ്സിൽ കാണണം. ദൈവം ഭോഷ്ക് പറയില്ല. ദൈവം ഇവിടെ കുടിക്കാൻ ഉള്ള വെള്ളം തരുന്ന കിണറുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ കിണറുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല കിണർ എവിടെയുണ്ട്. സ്തോത്രം. കുറച്ചു നേരം നോക്കിയിട്ട് കാണാതെയായപ്പോൾ മോശ, അന്നാ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് പോകുകയല്ലായിരുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ വാക്ക് അതിവിടെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അനുഭവിക്കണം. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഒരു കിണറങ്ങ് കുത്തിയാക്കാന്ന് വെക്കുകയല്ല ചെയ്തത്. അവരെല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. എന്താ പാട്ട്? കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രഭുക്കന്മാർ രാജദണ്ഡ് കൊണ്ട് കുത്തിയ കിണറേ പൊങ്ങിവാ, സ്തോത്രം എന്ന പാട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. സ്വർഗത്തിലെ ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. നിന്നോട് ഈ പട്ടണത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി കണ്ണിന് മറഞ്ഞിരിക്കുന്നെങ്കിൽ, സ്തോത്രം, നിന്റെ വാഗ്ദത്തങ്ങൾ നീ എത്തിപ്പിടിക്കണം. ആത്മാവിൽ ആരാധിച്ചും ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തെ പുകഴ്ത്തിയും കർത്താവിന് പാടിയും സ്വർഗം പറഞ്ഞ കാര്യം എത്തിപ്പിടിക്കാൻ ഇന്ന് രാത്രി ഇവിടെ ചിലർ തയ്യാറായാൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം ഭോഷ്ക് പറയില്ല. ഇവിടെ ആയിരങ്ങൾക്ക് കുടിക്കാനുള്ള കിണർ സ്വർഗം ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് പൊങ്ങി വരണം. ആത്മീക ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ, ആത്മീക ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗം സഭയോട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ദൈവം പറഞ്ഞ കിണർ ഇവിടെയുണ്ട്. ആ കിണർ പൊങ്ങി വരണം. എവിടെയോ മറിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആ കിണറിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്ന കണ്ടോ? കിണർ ചുമ്മാ ഉണ്ടായതല്ല. ഭൂമികുലുക്കം കൊണ്ട് കിണറുണ്ടാകില്ല, കലാമച്ചികൾ കൊണ്ട് കിണറുണ്ടാകില്ല, ഉരുള് പൊട്ടിയ കിണറുണ്ടാകില്ല. കിണർ എങ്ങനെ ഉണ്ടാകുന്നത്? അയ്യോ,
ചന്ദ്രനിൽ നിന്ന് വന്നവരാണ് നിങ്ങളല്ല, ഞങ്ങൾ കിണർ കണ്ടിട്ടില്ലെന്നാണോ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ കിണറുണ്ടായേ? ഉരുൾ പൊട്ടി വന്നാണോ? അല്ല, പിന്നെ എങ്ങനെ? കിണർ മേടിച്ച് മുറ്റത്ത് വെച്ചാണോ? അല്ല, പിന്നെ എങ്ങനെ? അവിടെ എഴുതിയിരിക്കുന്നു കിണർ കുത്തിയതാണ്. അങ്ങനെയല്ലേ ആ വാക്ക്? കിണർ തന്നെ ഉണ്ടാവില്ല സാറേ. ഇവിടെ പല സ്രോതസ്സുണ്ട്. കടല് ആരെങ്കിലും കുത്തി ഉണ്ടാക്കിയതാണോ? JCB കൊണ്ട് മണ്ണ് മാന്തി ഉണ്ടാക്കിയതാണോ? അല്ല. സ്തോത്രം. സമുദ്രം അങ്ങനെ ഉണ്ടായതല്ല. ആറും നദികളും ആരെങ്കിലും കുത്തി ഉണ്ടാക്കിയതാണോ? അല്ല. ഏതോ മലയിൽ നിന്ന് ഊറി ഒഴുകിയ വെള്ളം തോടായി, അത് വിശാലമായി, പല ഉറവകൾ സംയോജിച്ചു, അങ്ങനെ കുത്തി ഒഴുകി സ്തോത്രം ആറായി മാറിയതാ. തടാകങ്ങളും കുളങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ ഉണ്ടായതാണ്. പക്ഷെ കിണറിൻ്റെ പ്രത്യേകത അതാരെങ്കിലും മെനക്കെടണം. മനസ്സിലായോ? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന രാജദണ്ഡ് കൊണ്ട് പ്രഭുക്കന്മാർ കുത്തി കുത്തി ഉണ്ടാക്കിയതാണ് കിണർ. സ്തോത്ര. ഹല്ലേലൂയ. ഇതിനെല്ലാം വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ട് ദൈവമക്കളെ, ഇതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം, സമുദ്രത്തിൻ്റെ വ്യാഖ്യാനം, വേദപുസ്തകത്തിൻ്റെ ഭാഷ, സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു എന്ന് ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അറേബ്യൻ കടലിൽ നിന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കടലിൽ നിന്നോ ഒരു മൃഗം കയറി വരുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. സമുദ്രം എന്ന് പറയുന്നത് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. സ്തോത്രം. ജനസമുദായ കടൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ള ലോകത്തെ ബൈബിൾ വിളിക്കുന്ന ഭാഷയാണ് കടൽ. സമുദ്രം. സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ദൈവം ഇവിടെ വന്നത് ലോകത്തിൽ നിന്ന് വന്നവനല്ല, അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ സമുദ്രത്തിൽ നിന്ന് ഒരുവൻ കയറി വരുന്നു എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് കയറി വരുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആറ് നദിയൊക്കെ മതങ്ങൾക്കും സമുദായങ്ങൾക്കൊക്കെ നിഴലായി നിൽക്കുമ്പോൾ സ്തോത്രം, കിണർ ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുക. സഭ ചുമ്മാ ഉണ്ടാകില്ല. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ ഉണ്ടാകില്ല, ഭൂമി കുലുക്കം ഉണ്ടായാൽ ഉണ്ടാകില്ല. ഏതെങ്കിലും സ്ഥലത്ത് സഭാതർക്കം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പിണങ്ങി പോരുന്നവരല്ല സഭ. പിന്നെയോ ഇതുപോലത്തെ ഏതെങ്കിലും ദൈവ പുരുഷന്മാർ, ദൈവ അഭിഷേകം കൊടുത്ത പ്രഭുക്കന്മാർ ആരും അറിയാതെ മുഴങ്കാലിൽ മേരുന്ന പട്ടണങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉറവകളെ തുറക്കാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ഒരു കിണർ കുത്തുന്നത് പോലെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അഹോരാത്രം ആത്മാവിൽ പോരാടുമ്പോഴാണ് ഈ ലോകത്തിൽ, കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ സത്യസഭ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പുറകിലൊക്കെ ആരൊക്കെയോ അധികാരത്തിന്റെ, ദൈവിക അധികാരത്തിന്റെ രാജദണ്ഡ് കൊണ്ട് മുഴങ്കാലുമേൽ പ്രാർത്ഥിച്ച് അങ്ങനെ തെളിച്ചെടുത്തതാണ് ദൈവസഭ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആ ഭാഗം ഞാൻ പരിശുദ്ധാത്മാവിന്റെ നടലിൽ പറയാം. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബേരിലെത്തിയപ്പോൾ നിക്ക്, ഇവിടെ കിണറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം. സ്വർഗത്തിലെ ദൈവം ആയിരക്കണക്കിന് ആളുകൾക്ക് ശ്രോത്ര കോരി കുടിക്കാൻ പാകത്തിന് ശുദ്ധജലം, ജീവജലത്തിന്റെ ഉറവ ദൈവസഭ എന്ന മനോഹരമായിരിക്കുന്ന കിണറ്, കെട്ടിയടക്കപ്പെട്ട ശ്രോത്ര കിണറ്, ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ അടച്ചിടപ്പെട്ട കിണറ് ആത്മമണവാട്ടിക്ക് നിഴലായി പറയപ്പെട്ടതാണ്. അത് സ്വർഗത്തിലെ ദൈവം ഈ പട്ടണത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് രാത്രികാലം വചന വ്യാഖ്യാനത്തിലൂടെ സഭയ്ക്ക് കൈമാറുകയാണ്. അതിവിടെ പൊങ്ങി വരണം. മറഞ്ഞു കിടക്കുന്ന ദൈവസഭ പൗലോസിനോട് കൊരിന്തിലെത്തിയപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, ഈ പട്ടണത്തിൽ നിനക്കെന്നല്ല എനിക്ക് വളരെ ജനമുണ്ട് എന്നതുപോലെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞു, ഇവിടെ കിണറുണ്ട്.
പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ വാക്കിനെ മുറുകെ പിടിച്ചാൽ ആയിരങ്ങൾക്ക് കോരിയാലും വറ്റാത്ത രീതിയിൽ ഉറവ തുറക്കുന്ന ഒരു സഭയാം കിണറിനെ കുന്നത്തുകാലിൽ സ്വർഗത്തിലെ ദൈവം തുറക്കട്ടെ. ഉദാരമന ശന്തരാധര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുത്തി തുറക്കപ്പെട്ട കിണർ. സ്തോത്രം. അതുണ്ടെന്ന് മോശയല്ല. ഞാനതിനെ സഭയെ അല്ലല്ലോ ഇന്ന് രാത്രിയിലെ പ്രസംഗ വിഷയം, അല്ലെങ്കിൽ ഞാനത് ആ രീതി കൊണ്ടുപോയേനെ. സ്തോത്രം. മനസ്സിലായോ? ഇവിടെ ഒരു സഭയുണ്ടെന്ന് കണ്ടെത്തിയത് മോശയല്ല, കണ്ടെത്തിയത് ഈ ഇരിക്കുന്ന ഷാജി പാസ്റ്ററും അല്ല, കണ്ടെത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഏൽപ്പിച്ചു, ഇവിടെ കിണറുണ്ട്. സ്തോത്രം. എന്ന് ദൈവം പറഞ്ഞാൽ ആ കിണറിനെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മോശയ്ക്കും ജനത്തിനുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയുന്ന ദൂത് വിഷയം മാറ്റി ഞാൻ പറയുകയല്ല. എൻ്റെ വിഷയം ആരാധന സംബന്ധമായ കാര്യമാണ്. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾക്കെന്തോ എത്തിപ്പിടിക്കാനുണ്ട്. സ്വർഗം പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് എത്തിയാൽ പിടിക്കാനുള്ളതേ ഉള്ളൂ ബ്രദർ. നീ നിരാശപ്പെടരുത്, നീ തളരരുത്, നീ തോക്കരുത്. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരു കാർമേഘങ്ങളെയും നീ പേടിക്കരുത്. നീ സൂര്യനാണ്. നീ ഏത് കാർമേഘങ്ങളെ ഭേദിച്ച് മോളിൽ വരണം. നീ എത്തിപ്പിടിക്കണം. സ്വർഗം പറയുന്നു, നിനക്ക് എത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ. ഈ രാത്രി ആ ദൂത് ഞാൻ സഭയോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ ജീവിതത്തിലെ ചില നന്മകൾ, നിന്റെ കുഞ്ഞിന്റെ അനുഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം, നീ താടിക്ക് കൈയും കൊടുത്ത് നിരാശപ്പെട്ടിരിക്കണ്ട. നീ ആൾക്കൂട്ടത്തിനകത്ത് മനസ്താപിച്ചിരിക്കണ്ട. ആരാധിക്കുന്നവരുടെ കൂടെ ആരാധിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കുന്നവരുടെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ചിലത് എത്തിപ്പിടിക്കാം. സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ നന്മകൾ, നിന്റെ ഭാവി, നിന്റെ ജീവിതം, നിന്നോട് ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ, അത് സ്തോത്ര ഹല്ലേലൂയ, നിനക്ക് കേറാൻ പറ്റാത്തൊരു പർവ്വതമല്ല. നിന്റെ കുഞ്ഞിന്റെ സൗഖ്യം നിനക്ക് എത്തിപ്പിടിക്കാം, നിനക്ക് എത്തിപ്പിടിക്കാം. ആരോടാ ദൈവം പറയുന്നു? നിനക്ക് എത്തിപ്പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ വിവേകമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ അവരിന്ന് രാത്രി വചനം വെച്ച് പ്രാർത്ഥിക്കണം. നീ നിന്നോട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, ഞാൻ സേവിക്കുന്നത് പരിശുദ്ധനെയാണ്. സ്തോത്രം. എൻ്റെ മനസ്സറിയുന്ന, എൻ്റെ അവസ്ഥ അറിയുന്ന ദൈവത്തെയാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. വികാര വിചാരങ്ങളില്ലാത്തവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിർമ്മലൻ, നിർദോഷൻ, നമ്മെ അറിയുന്നവൻ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, എൻ്റെ വേദനയും നൊമ്പരവും അറിയുന്നവൻ, എൻ്റെ കണ്ണുനീരിൻ്റെ പുറകിലെ വിവരങ്ങൾ അറിയുന്നവന്. അതുകൊണ്ട് ഞാൻ നിന്നെ നോക്കി പറയാം, ഈ ദൈവം പറയുന്നു, നിനക്കെത്തിപ്പിടി